അവിടെ വന്നപ്പോൾ എല്ലാവരും ഫസ്റ്റ് റിവിഷൻ സെക്കൻഡ് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ലെവലിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു. നമ്മളിങ്ങനെ എന്ത് ചോദിച്ചാലും എന്നെക്കാളും കൂടുതൽ എൻ്റെ കഴിവിൽ വിശ്വസിച്ച് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. ഡൗൺ ആയാലും ആൾക്കാർ നോക്കി കുഴപ്പമില്ല, ചിയറപ്പ് ചെയ്യാൻ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് റൂംമേറ്റ്സ് ഉണ്ട്, ഹോസ്റ്റലിൽ കുറേ പിള്ളേരുണ്ട്. പിന്നെ വരുന്ന വഴിയിലൊക്കെ നമ്മളിങ്ങനെ കഥ പറഞ്ഞ് ചില്ലായിട്ടാണ് വരിക. നമ്മളൊരു ഭയങ്കര ഭാരിച്ച പണിയെടുക്കാൻ നമുക്ക് തോന്നില്ല. കാരണം എല്ലാവരും നമ്മളെപ്പോലെ തന്നെ പഠിക്കുക. വീട്ടിലിരിക്കുന്നവർക്ക് അവർ ഭയങ്കരമായിട്ട് പഠിക്കുന്നു, ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. നമ്മളെപ്പോഴും വിചാരിക്കും ഒരു 1 year ഡ്രോപ്പ് എടുത്താലാണ് നമുക്കിത് പക്കായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സാധാ ബേസിക് ലെവലിൽ നിന്ന് സാധാ പോലെ തിങ്ക് ചെയ്യണമെങ്കിൽ 6 മാസം മതി. പിന്നെ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ സമയം ഉണ്ടാക്കാൻ തുടങ്ങി. 50-ൽ 100 ആയി, 100-ൽ 150, അങ്ങനെ കയറി ഞാൻ ഫൈനലായപ്പോഴേക്കും എബവ് 500 എന്തായാലും ചെയ്യും. ഇന്റേൺഷിപ്പിന്റെ കൂടെ നീറ്റ് MDS ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും പറയാറ്. ഓൾ ഇന്ത്യ റാങ്ക് 746 ഇന്റേൺഷിപ്പിന്റെ കൂടെ ക്രാക്ക് ചെയ്ത ഡോക്ടർ ആഞ്ചലാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം ആഞ്ചൽ. നമ്മുടെ സെഷൻ ആക്ച്വലി ഇന്റേൺഷിപ്പിന്റെ കൂടെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ആഞ്ചൽ, എങ്ങനെയാണ് പ്രിപ്പറേഷൻസിലോട്ട് എത്തിയത്? UG എവിടെയായിരുന്നു? സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് ആഞ്ചൽ. ഞാൻ കോതമംഗലം സെൻറ്റ് ഗ്രിഗോറിയസ് മിഡിൽ കോളേജിൽ 2019 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഇത് 2026 എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. സോ നീറ്റിൻ്റെ കൂടെ പഠിക്കണം എന്ന് ഇങ്ങനെ എല്ലാവരും പറയും, ഇന്റേൺഷിപ്പിൻ്റെ കൂടെ പഠിക്കണം എന്ന് പറയുമെങ്കിലും നമ്മൾ ആ സമയത്ത് കുറേ ഇന്റേൺഷിപ്പിൻ്റെതായ കുറേ ട്രിപ്പ് ഉണ്ടാവും, കോൺവക്കേഷൻ ഉണ്ടാവും, ബാക്കി കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നമ്മൾ സ്കിപ്പായി പോകും. ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനായാലും ഇതായി പോകും. അതിനുശേഷം ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ കുറച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, ക്ലാസ് കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു നവംബർ ഒക്കെ ആയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല. അപ്പം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് നല്ല ഉഴപ്പായി. ആ സമയത്താണ് ഭാട്ടിയ കാലിക്കറ്റ് സെൻറ്റർ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ ഭാട്ടിയ DBMC MDMSൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്ക് നിർബന്ധമായിരുന്നു ഞാനിങ്ങനെ തന്നെ പോയി നിന്ന് പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അവിടെ വന്നപ്പോൾ എല്ലാവരും ഫസ്റ്റ് റിവിഷൻ സെക്കൻഡ് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ലെവലിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു. സോ അവിടെ നിന്ന് ഓരോ ദിവസം 100 പിന്നെ 200 അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താണ് ഫൈനലി ഒരു 500-600 ലെവലൊക്കെ വരെ എത്തി. ഈ ഇന്റേൺഷിപ്പിൽ നീറ്റ് MDS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു 6 months കൊണ്ടൊക്കെ ഇന്റേൺഷിപ്പിൽ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. സോ എന്താണ് ആഞ്ചലിന് അതിനെ കുറിച്ച് പറയാം? ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ എൻ്റെ സീനിയേഴ്സിനായാലും ഞാൻ എല്ലാവരും 1 വർഷം ഡ്രോപ്പ് എടുത്തിട്ട് പോകുന്നത്. അപ്പം ഞാനും ഇങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുത്ത് 1 വർഷം ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് എന്നാലും ഇവിടെ ഇപ്രാവശ്യം എത്ര എത്തും നോക്കാം, അതൊരു കോൺഫിഡൻസ് തരുമല്ലോ എന്ന് കരുതിയിട്ട് മാക്സിമം ചെയ്തതാണ്. പക്ഷെ അത് നന്നായിട്ട് തന്നെ വന്നു. എങ്ങനെയായിരുന്നു സ്റ്റഡി റൂട്ടീൻ? ഇപ്പോൾ എനിക്ക് അറിയാം ഇന്റേൺഷിപ്പിന്റെ സമയത്ത് കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ഞാൻ തീർത്തിട്ടുള്ളത്. ആഫ്റ്റർ ഒരു ഡിസംബറിന് ശേഷമാണ് ഫുൾ ഫ്ലെഡ്ജിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്? ഞാൻ പോസ്റ്റിങ്ങിലുള്ളപ്പോൾ ആ ക്ലിനിക്കൽ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പ്രോസ്തോലസ് എൻ്റെ അരുൺ സാർ ഉണ്ട്, പിന്നെ സച്ചിൻ സാർ ഉണ്ട്, സർജറിയിലെ സഞ്ജിത് സാർ, ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളിങ്ങനെ എന്ത് ചോദിച്ചാലും എന്നെക്കാളും കൂടുതൽ എൻ്റെ കഴിവിൽ വിശ്വസിച്ച് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അന്ന് കുറച്ച് ക്ലിനിക്കലി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നവംബർ ഡിസംബറിൽ ബേസിക് സബ്ജക്റ്റ് എല്ലാം പക്ക, അനാറ്റമി ഒക്കെ അവസാനമായപ്പോഴേക്കും ഫുൾ സ്ട്രോങ് ആയിരുന്നു. അത് അശ്വനി സാറ് പക്ക സെറ്റായി. ആ ഇമേജ് മാത്രം മതി, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പിന്നെ അതിനൊരു ഇടയ്ക്കിടയ്ക്ക് ഇമേജ് ഒന്ന് കണ്ടാൽ ബാക്കി എല്ലാം ബ്രെയിനിൽ സെറ്റായിരുന്നു. പിന്നെ ബാക്കി ബയോകെമിസ്ട്രി ആ മാം ആയാലും എല്ലാവരും അടിപൊളിയായിരുന്നു. ഈ ഇന്റേൺഷിപ്പിൽ പറഞ്ഞു മിനിമൽ പ്രിപ്പറേഷൻസ് നടത്തിയിരുന്നു എന്നുള്ളത്. അത് ക്ലിനിക്കൽ സബ്ജക്ട്സ്, അതായത് MDSന്റെ ക്ലിനിക്കൽ സബ്ജക്ട്സിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ക്ലിനിക്സിൽ ഇപ്പോൾ നമുക്ക് 9 പോസ്റ്റിംഗ് ഉണ്ട്. ആ 9 പോസ്റ്റിംഗ് 1 month, ചിലത് 30 days, ചിലത് 60 days ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ കാണുന്ന പേഷ്യൻറ്റിൽ നിന്നായാലും പിന്നെ ബാക്കി നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത്തിരി ചില സബ്ജക്റ്റൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട്. അത് പിന്നീട് ഇവിടെ വന്നിട്ടാണ് കവറപ്പ് ചെയ്തത്. ബാക്കി കുറച്ച് ബേസിക് ലൈക്ക് OMFS, പ്രോസ്തോ, OMR, പീഡോ, അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റ് നമ്മൾ ക്ലാസ് കണ്ടു വന്നിട്ട് ആ തിയറി ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. അതാണ് ഒരു ഇത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നോളജ് നമുക്ക് തന്നെ തോന്നും, ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണല്ലോ, ഇന്നലെ പഠിച്ചതാണല്ലോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഡിസംബറിൽ വന്നു കാലിക്കറ്റ് സാറ്റലൈറ്റ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അവിടുന്ന് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? സാറ്റലൈറ്റ് ബാച്ചിൽ ഞാൻ വരുമ്പോൾ വളരെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നല്ലൊരു ടീം തന്നെയായിരുന്നു ആക്ച്വലി. അപ്പോൾ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ മുന്നോട്ട്, നമ്മളിപ്പോൾ ഡൗൺ ആയാലും ആൾക്കാർ നോക്കി കുഴപ്പമില്ല,
ചിയറപ്പ് ചെയ്യാൻ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു കാര്യം. അപ്പം എൻ്റെ വീട്ടിലിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരിങ്ങനെ ഡ്രെയിൻ ഔട്ടായി പോകുമ്പോൾ വേറെ ഒന്നുമില്ല, വീട്ടുകാർ വേറെ എന്തൊക്കെ ചെയ്യും, അപ്പം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവിടെ നമുക്ക് റൂംമേറ്റ്സ് ഉണ്ട്, ഹോസ്റ്റലിൽ കുറേ പിള്ളേരുണ്ട്, പിന്നെ വരുന്ന വഴിയിലൊക്കെ നമ്മളിങ്ങനെ കഥ പറഞ്ഞ് ചില്ലായിട്ടാണ് വരിക. അങ്ങനെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു ആക്ച്വലി. ഈ സ്റ്റഡി ഹാളിലെത്തി എങ്ങനെ ഉണ്ടാവുക? സ്റ്റഡി ഹാളിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്കൊരു കോമ്പറ്റീഷൻ, നമ്മൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്ന സാധനം നമുക്ക് കിട്ടുക. പിന്നെ നമ്മളൊരു ഭയങ്കര ഭാരിച്ച പണിയെടുക്കാൻ നമുക്ക് തോന്നില്ല. കാരണം എല്ലാവരും നമ്മളെപ്പോലെ തന്നെ പഠിക്കുക. വീട്ടിലിരിക്കുന്നവർക്ക് അവർ ഭയങ്കരമായിട്ട് പഠിക്കുന്നു, ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. പക്ഷെ നമ്മളെല്ലാവരും പഠിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു. അപ്പം എല്ലാം ഒരു സാധാ രീതി പോലെ പോയി ടൈം ടേബിൾ എല്ലാവരുടെ പോലെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അവരൊക്കെ പഠിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. വീട്ടിലെത്തിയെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് ഇത്ര ചെയ്യുക, എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക, എന്നിട്ട് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് വീണ്ടും വന്ന് നോക്കുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയത് ഇവിടെ നിന്നാണ്. പിന്നെ നിയാസാറയിൽ ആഷിഖ് സാറയിൽ ഇടയ്ക്കിടയ്ക്ക് വരും, എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നൊക്കെ. അടുത്ത പ്രാവശ്യം 100 പറഞ്ഞിട്ട് 200 പറയണമെന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഒരു ഓഫ്ലൈൻ എക്കോസിസ്റ്റത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് പ്രിപ്പറേഷൻസിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു സാറ്റലൈറ്റ് സെൻ്റർ എന്ന് തന്നെ പറയാം. കാരണം വീട്ടിലിരുന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ മടുക്കുന്നു മാത്രമല്ല, നമുക്ക് പിന്നെ ഇപ്പം നമ്മുടെ കൂടെ കുറേ പേര് നമ്മളെപ്പോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ഒരു ടാസ്ക് ആയിട്ട് തോന്നില്ല. വീട്ടിലിരുന്നത് എന്തായാലും അടുത്ത് പോയാൽ ഇവിടെ ആയിരുന്നതുകൊണ്ട് ഒരു 6 months പക്ക കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ കോൺസെപ്ച്വൽ ടീച്ചിങ്ങിലോട്ടൊക്കെ വരുന്ന സമയത്ത് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ക്ലാസ്സസ്, നോട്ട്സ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. ക്ലിനിക്കൽ സബ്ജക്റ്റ് എനിക്ക് കോളേജിൽ നിന്ന് അത്യാവശ്യം ബേസ് ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് ഞാൻ 2 മാസം നവംബർ ഡിസംബർ പക്ക എടുത്തിട്ട് സെറ്റ് ചെയ്യാൻ നോക്കി. അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ തന്നെയാണ്. പിന്നെ ചില സബ്ജക്റ്റ് നമുക്ക് റാപ്പിഡ് റിവിഷൻ കണ്ടാൽ പോലും മതി, അത്രയും നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണോ കിട്ടാത്തത് അത് വീഡിയോയിൽ പോയിട്ട് ആ പോർഷൻ മാത്രം കാണുക, എന്നിട്ട് വീണ്ടും വരിക, അല്ലെങ്കിൽ നോട്ട് വായിക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണാം. ഈ ഹാർഡ് കോപ്പീസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, ഈ ഗൂഗിളിൽ നിന്നുള്ള ആപ്പ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഒരു സിംഗിൾ ഇതിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഈ ഗുരുകുൽ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഗുരുകുൽ എന്ന് പറയുമ്പോൾ ഞാൻ കസ്റ്റം മൊഡ്യൂളാണ് എപ്പോഴും ചെയ്യാറ്. ഞാൻ ഒരിക്കലും ചാപ്റ്റർ വൈസ് പോയിട്ട് ചെയ്യില്ല. ഞാൻ എന്ത് സബ്ജക്റ്റ് പഠിച്ചു അതിന് ഞാൻ തന്നെ കസ്റ്റം മൊഡ്യൂൾ 100 ക്വസ്റ്റ്യൻ ഇടും, അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇടും. അപ്പോൾ ഇപ്പം ഇന്നലെ പഠിച്ച സബ്ജക്റ്റ് ഇന്നിടും. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ ബ്രെയിൻ തന്നെ കുറച്ചുകൂടെ ഇതായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ കസ്റ്റം മൊഡ്യൂൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെയിലി ഒരു 10 PYQ പോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. PYQല് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ഫാക്കൾട്ടീസിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫാക്കൾട്ടി ഏതായിരുന്നു? എൻ്റെ ഏറ്റവും ഇഷ്ടം OMFസിൽ ഹിമാനി മാം ആണ് ഏറ്റവും പറയാം. പിന്നെ ഫിസിയോളജി അഭിരാമി മാം, അശ്വനി സാറ്, എല്ലാവരും അടിപൊളി. നമുക്കങ്ങനെ ഇന്നത് എല്ലാം ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. ഇന്റേൺഷിപ്പിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പിള്ളേർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിൽ പ്രിപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ എപ്പോഴും വിചാരിക്കും ഒരു 1 year ഡ്രോപ്പ് എടുത്താലാണ് നമുക്കിത് പക്കായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഫുൾ തിയറി പഠിച്ച് നമ്മൾ എഴുതാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എക്സാം അല്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം പിക്ക് ചെയ്ത ഇപ്പം 6 മാസം, സത്യം പറഞ്ഞാൽ 6 മാസം മതി. 6 മാസത്തിനുള്ളിൽ ഇപ്പം എൻ്റെ ഒരു 3 റിവിഷൻ കഴിഞ്ഞായിരുന്നു. അത് ബാട്ടിൻ്റെ ടെസ്റ്റിൻ്റെ കൂടെ ഒരു റിവിഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ കൂടെ കഴിഞ്ഞു, 3ാമത്തെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് പോകാൻ പറ്റും. അത്രയും മതി ആക്ച്വലി. നമ്മൾ കുറേ പഠിക്കുന്നവർ നമ്മൾ കൂടുതൽ മടുത്ത് പോകുന്നല്ലാതെ ഇതാവും തോന്നുന്നത്. കൺഫ്യൂഷൻസ് നമ്മൾ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് പോകും. നമ്മുടെ സാധാ ബേസിക് ലെവലിൽ നിന്ന് സാധാ പോലെ തിങ്ക് ചെയ്യണമെങ്കിൽ 6 മാസം മതി. ഇന്റേൺഷിപ്പിൽ പഠിക്കുന്ന കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും പറയും ഇന്റേൺഷിപ്പിൽ തന്നെ പഠിക്കുന്നതാണ്. കാരണം 1 year ഡ്രോപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കൂടെയുള്ള കുറേ പേര് PG കയറിയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ സീനിയേഴ്സിനായാലും ഞാൻ കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി കൂളാണ്, നമ്മൾ നേരെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആണ്, പഠിക്കാൻ കുറച്ചുകൂടി കോമ്പാക്റ്റബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ബാച്ചിലാണ് പഠിച്ചിരുന്നത്. 1 day എങ്ങനെയായിരിക്കും സാറ്റലൈറ്റ് ബാച്ചിൽ ഉണ്ടാകുമ്പോൾ? 1 day എന്ന് പറയുമ്പോൾ ഞാനൊരു എന്നും ഒരു ഷെഡ്യൂൾ അല്ല, എന്നാലും ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ഞാനിവിടെ എന്നും പള്ളിയിൽ പോകുമായിരുന്നു കുർബാനയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 7 ഒക്കെ ആകുമ്പോൾ സെൻറ്ററിൽ വരും. ഒരു 7, 8, 9 ഒരു സെക്ഷൻ. പിന്നെ ബ്രേക്ക്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണ്ട ഒരാൾ. എനിക്കിങ്ങനെ കണ്ടിന്യൂസ് സ്ട്രെച്ചിലിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് ആവും, പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് ആവും. പിന്നെ അതിടയ്ക്ക് സംസാരിക്കുക അങ്ങനെയൊക്കെ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആയാലും നന്ദന എല്ലാവരും ആയാലും ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. പിന്നെ ഈ റിവിഷൻ ചെയ്യാന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ബാട്ടിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്തിരുന്നു പറഞ്ഞു. റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്തിരുന്നു? ആദ്യം ഫ്രം ബിഗിനിങ് ടു ഒരു പീക്ക് ടൈം ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ എത്തിയ സമയത്ത് എത്രത്തോളം? ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും 500 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 500 എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വലിയ ഇതായിരുന്നു. ഞാനിങ്ങനെ 50 ഒക്കെ ചെയ്യാൻ എങ്ങനെയൊക്കെയോ തട്ടി മുട്ടി 50 എങ്ങനെ എത്തുന്നത് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ സമയം ഉണ്ടാക്കാൻ തുടങ്ങി. 50-ൽ നിന്ന് 100 ആയി, 100-ൽ നിന്ന് 150, അങ്ങനെ കയറി ഞാൻ ഫൈനലായപ്പോഴേക്കും
എബവ് 500 എന്തായാലും ചെയ്യും. ആ ഒരു ലാസ്റ്റ് മന്ത് ഒക്കെ ആയപ്പോഴേക്കും 600 700 ആ ഒരു ലെവലിലോട്ട് എത്തി. അങ്ങനെ തന്നെ പ്രിപ്പറേഷൻ ഉണ്ടാവും. ഈ MDS പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, അവരോട് എന്താ പറയുക? അവരോട് പറയുക ഒന്നാമത് നമ്മൾ ഇന്റേൺഷിപ്പ് നമുക്ക് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കും. ഞാനിപ്പോൾ കോളേജ് യൂണിയനിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഇടയിലും നമുക്ക് സമയം ഉണ്ട്. ആക്ച്വലി നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെ ഇതിപ്പോൾ പൈസ കൊടുത്താൽ വെറുതെ അങ്ങനൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു 2 hour 3 hour ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ആരുടെയും ഇന്റർവ്യൂസ് ഒക്കെ കേട്ടാൽ തന്നെ നമുക്കൊരു പവർ വരും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ GTs അറ്റൻഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഫസ്റ്റ് GTയുടെ സ്കോർ എനിക്ക് തോന്നുന്നു 397 ആയിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാവരും, അപ്പോൾ സാർക്ക് വന്നിട്ട് എല്ലാവരും ചോദിക്കുമ്പോൾ അവരൊക്കെ 700 600 ഒക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ നമുക്ക് ഒരിക്കലും ആ ലെവലിൽ എത്താൻ പറ്റൂല എന്നൊരു സ്കീമിലാണ് ഞാൻ നിന്നായിരുന്നത്. അപ്പോൾ ഈ വർഷം പോട്ടെ, അടുത്ത വർഷം നന്നായിട്ട് നോക്കാം, ഈ വർഷം തൽക്കാലം തിയറി എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ പോയത്. പക്ഷേ എക്സാം കുറച്ചുകൂടി കോൺസെപ്ഷ്യൽ ആയിരുന്നു. നമ്മൾ പഠിച്ച സാധനം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കോൺസെപ്ച്വൽ ടീച്ചിങ്ങിനെ കുറിച്ച് കുറേ പറഞ്ഞു. കോൺസെപ്ച്വൽ ടീച്ചിങ്ങിന്റെ റെലവൻസ് 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളൊരു പൾസിന്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും പൾസിലെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, പൾസ് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ പൾസ് കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ പൾസ് നമുക്ക് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാഫ് ക്ലാസ് ആയിട്ട് ആ കോൺസെപ്റ്റ് വിത്ത് ഹാർഡ് കോപ്പി പറഞ്ഞു തരുമ്പോൾ നമ്മൾ പിന്നെ പൾസിൽ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരിക. പണ്ടത്തെ പോലെ സെയിം പാറ്റേണിൽ ഇങ്ങനെ റിപ്പീറ്റ് അല്ല. ഇപ്രാവശ്യം ഇപ്പോൾ വീഡിയോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോൾ കുറച്ചുകൂടി കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അവിടെ കണ്ട ക്വസ്റ്റ്യൻ ഒന്നും കരുതി കുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ തിങ്ക് ചെയ്താൽ ഉത്തരം കിട്ടാവുന്ന രീതിയിലുള്ള ലെവലിലോട്ട്. ഒരു ഹാബിറ്റ് പറയുകയാണെങ്കിൽ അത് നിന്നെ റാങ്ക് എത്തിക്കാൻ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയ ഒരു ഹാബിറ്റ് ഏതാ? നമ്മുടെ വീക്ക്നെസ് നമുക്ക് അറിയാൻ പറ്റണം, അതാണ് മെയിൻ കാര്യം. എൻ്റെ സ്ട്രോങ് പോയിന്റും വീക്കും ഒന്ന് തന്നെ. എൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യും. അതെനിക്ക് പഠിക്കുമ്പോഴായാലും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായാലും എൻ്റെ പെട്ടെന്ന് പക്ഷേ ഡിസഡ്വാൻറ്റേജ് അത് തന്നെയാണ്. ഞാൻ പെട്ടെന്ന് ഉത്തരം കുത്തും. ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്ന ഉത്തരം കുത്തുന്നൊക്കെ സെയിം ടൈമിലായിരിക്കും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷെ അതിനെങ്ങനെയും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരുന്നു എൻ്റെ ഒരു എയിം. അപ്പോൾ അത് പയ്യെ കുറേ GT അറ്റൻഡ് ചെയ്തു. GTയിൽ ഒരു ഫൈനലിലൊക്കെ വന്ന സ്കോറിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് ഇപ്പോൾ നീറ്റിനും വന്നത്. ഈ GT സ്കോറിന് വൈസ് ചെയ്തൊരു കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇനീഷ്യലി GT സ്കോർ ഭയങ്കര കുറവായിരിക്കും. പിന്നെ പതുക്കെയാണ് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുക. GT സ്കോറും നമ്മുടെ ഫൈനൽ നീറ്റിൻ്റെ സ്കോറും വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക? GT എന്തിനാണ് ആക്ച്വലി ഉപയോഗിച്ചിരുന്നത്? GT ആക്ച്വലി ഞാനിവിടെ സെന്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് 3 hour പക്ക അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാം സെന്ററിൽ പോയിട്ടാലും നമുക്കൊരു പുതിയ സ്ഥലത്ത് പോയിരിക്കുന്ന പോലെ ഒന്നും തോന്നിയില്ല. നമ്മൾ സാധാ പോലെ GT എഴുതാൻ വന്നൊരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായില്ല. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. 2-3 മണിക്കൂർ ഇരിക്കാൻ പഠിച്ചെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ഏത് സബ്ജക്റ്റാണ് വീക്ക് എന്നൊക്കെ മനസ്സിലാവും കുറച്ചുകൂടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് സ്കോർ 397 അവിടുന്ന് പയ്യെ കയറി. പിന്നെ 400 ആയി. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് 400 417. പിന്നെ അത് അങ്ങനെ 20 50 500 550 600 650 പിന്നെ 670 വരെ അവസാനം എത്തിയായിരുന്നു. പക്ഷെ നീറ്റിന് 650. അത് ഈ ഓൺലൈനായിട്ട് ഇരുന്ന് എഴുതുമ്പോഴും ഓഫ്ലൈനായിട്ട് ഇരുന്നുമ്പോഴും എന്നുള്ള വ്യത്യാസം എന്തായിരുന്നു? ഈ സെന്ററിൽ വെച്ചാൽ നമ്മുടെ കൂടെ എല്ലാവരും നമ്മൾ ശരിക്കും ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും. മറ്റത് ഞാൻ ഹോസ്റ്റലൊക്കെ ഇരുന്ന് എഴുതാൻ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പയ്യെ വരും. അപ്പോഴേക്കും ടൈമൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അങ്ങനത്തെ ഒരു പ്രശ്നം. ഇവിടെ സെന്ററിൽ ഇരിക്കുമ്പോൾ പക്ക 3 മണിക്കൂർ ഇരുന്നത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു സിംഗിൾ മോസ്റ്റ് സ്ട്രാറ്റജി ഞാൻ പറയാണ് ഈ ഒരു എക്സാമിന് ഹെൽപ്പ് ചെയ്തത് എന്തായിരിക്കും? എനിക്ക് ബേസിക്കലി ഒരു മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോൾ തെറ്റുന്നു അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാവാത്തുണ്ടോ അതൊക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതും. അപ്പോൾ ഒരു ജാനൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഈ ബുക്ക് ഓൾമോസ്റ്റ് 19 സബ്ജക്റ്റും കവർ ചെയ്തൊരു ബുക്കായിരുന്നു. എന്നിട്ട് ഫെബ്രുവരി തൊട്ട് ഞാൻ എന്നും ഇത് റെഗുലറായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര, കാരണം എല്ലാ സബ്ജക്റ്റും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ്. ഇപ്പോൾ OMFS എടുക്കുകയാണെങ്കിൽ OMFSൽ ഞാൻ ആദ്യം PYQ എല്ലാം ചെയ്യും. ഇപ്പോൾ PYQൽ എനിക്ക് അതിനകത്ത് കുറേ ഇപ്പം നമ്മൾ ഈ ഗുരുകളിലാണെങ്കിൽ അതിൻ്റെ ആൻസർ കീ വരുമ്പോൾ അതിനകത്ത് ടേബിള് അല്ലെങ്കിൽ എന്തെങ്കിലും നിമോണിക്സ് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വയ്ക്കും. പിന്നെ പൾസിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ആൻസർ കീയിൽ വരുന്ന നല്ല പോയിന്റ് ഒക്കെ കിട്ടുമ്പോൾ അത് എഴുതി വയ്ക്കും. പിന്നെ ടേബിൾ ഞാൻ മറന്നു പോകുന്ന വാല്യൂസ്, പിന്നെ ഞാൻ കുറച്ചുകൂടി പിക്ചർ മെമ്മറി ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ വരച്ച് വെക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. MDSന്റെ പ്രിപ്പറേഷൻസിന് ഈ പറഞ്ഞ പോലെ തന്നെ നീറ്റ് MDS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്റേൺഷിപ്പാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള സമയം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. സോ അത് പ്രൂവ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ആഞ്ചൽ. സോ ആഞ്ചലിന് ഡെഫിനറ്റ്ലി ഒരു ഗവൺമെൻറ് MDS സീറ്റ്സ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്നത് തന്നെയായിരിക്കും. സോ ആഞ്ചലിൻ്റെ ജേണി ഇൻറ്റേൺസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. സോ താങ്ക് യു സോ മച്ച് ആഞ്ചൽ നമ്മുടെ ഈ ഒരു സെഷന് വന്ന് സംസാരിച്ചതിൽ. ബൈ.